Hi students, in the previous class we learned equation of plane in normal form, both vector equation and Cartesian equation. Now we will learn some more forms. Next is equation of a plane perpendicular to a given vector and passing through a given point. Perpendicular to a given vector എന്ന് പറയുമ്പോൾ there are many planes, but passing through a given point എന്നുകൂടിയും പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ പ്ലെയിനേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഇക്വേഷൻ കാണാൻ നോക്കാം. ലെറ്റ് ദ പ്ലെയിൻ പാസ് ത്രൂ ദ പോയിൻ്റ് എയുടെ പൊസിഷൻ വെക്ടർ എ. ഇനി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ എൻ ആണെന്ന് വിചാരിക്കും. ഇനി ജനറൽ പോയിൻ്റ് പി എടുക്കുകയാണ് നമ്മൾ, അതിൻ്റെ പൊസിഷൻ വെക്ടർ ആർ എന്ന് എടുക്കുക. നൗ എയും പിയും പ്ലെയിനിലെ പോയിൻറ്റ്സ് ആണ്. അപ്പോൾ വെക്ടർ എ പി പ്ലെയിനിലുള്ള വെക്ടർ ആയിരിക്കും. ഇനി വെക്ടർ എ പി വെക്ടർ എന്നിന് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ അതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആയിരിക്കും. വി ഹാവ് വെക്ടർ എ പി ഡോട്ട് വെക്ടർ എ എൻ ഈക്വൽ ടു 0. ബട്ട് വെക്ടർ എ പി ഈസ് പൊസിഷൻ വെക്ടർ ഓഫ് പി മൈനസ് പൊസിഷൻ വെക്ടർ ഓഫ് എ, ദാറ്റ് ഈസ് വെക്ടർ ആർ മൈനസ് വെക്ടർ എ. ദെർഫോർ വി ഹാവ് വെക്ടർ ആർ മൈനസ് വെക്ടർ എ ഡോട്ട് വെക്ടർ എൻ ഈക്വൽ ടു 0. ദിസ് ഈസ് ദ വെക്ടർ ഇക്വേഷൻ ഓഫ് ദ പ്ലെയിൻ. അപ്പോൾ ഒരു പോയിൻറ്റിൽ കൂടെ പാസ് ചെയ്യണ പ്ലെയിൻ്റെ ഇക്വേഷൻ ആർ മൈനസ് എ ഡോട്ട് എൻ ഈക്വൽ ടു 0, വേർ വെക്ടർ എൻ ഈസ് ദ perpendicular vector to the plane. Now we will find its Cartesian form. Let A be the point x1, y1, z1 and P be the point x, y, z. Direction ratios of vector n be A, B, C. Capital A, capital B, capital C. Then vector A is equal to x1i plus y1j plus z1k. Vector r is equal to xi plus yj plus zk. Vector n is equal to ai plus bj plus ck. Now substituting in vector r minus vector a dot vector n equal to 0, we have x minus x1 into I cap plus y minus y1 into j cap plus z minus z1 into k cap dot ai plus bj plus ck equal to 0. Taking dot product we get a into x minus x1 plus b into y minus y1 plus c into z minus z1 equal to 0. അപ്പോൾ ഒരു പോയിൻ്റിൽ കൂടെ പാസ് ചെയ്യണ പ്ലെയിനിൻ്റെ കാർട്ടീഷ്യൻ ഇക്വേഷനാണ് എ ഇൻറ്റു എക്സ് മൈനസ് എക്സ് വൺ പ്ലസ് ബി ഇൻറ്റു വൈ മൈനസ് വൈ വൺ പ്ലസ് സി ഇൻറ്റു സെഡ് മൈനസ് സെഡ് വൺ ഈക്വൽ ടു 0. ഇവിടെ എക്സ് വൺ വൈ വൺ സെഡ് വൺ എന്നുള്ളത് പാസ് ചെയ്യണ പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ്. ക്യാപിറ്റൽ എ ക്യാപിറ്റൽ ബി ക്യാപിറ്റൽ സി എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടറിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ്. അപ്പോൾ വെക്ടർ ഇക്വേഷനും പഠിക്കുക, കാർട്ടീഷ്യൻ ഇക്വേഷനും പഠിക്കുക. Now we will do one problem. Example 17. Find the vector and Cartesian equations of the plane which passes through the point 5, 2, negative 4 and perpendicular to the line with the direction ratios 2, 3, negative 1. അപ്പോൾ നമ്മൾ ആദ്യം വെക്ടർ ഇക്വേഷൻ കാണാം. വെക്ടർ ഇക്വേഷൻ കാണാൻ പാസ് ചെയ്യണ പോയിൻറ്റിൻ്റെ പൊസിഷൻ വെക്ടർ വേണം. അപ്പോൾ പാസ് ചെയ്യണ പോയിൻ്റ് തന്നിട്ടുണ്ട്, അതിൻ്റെ പൊസിഷൻ വെക്ടർ എഴുതാം. വെക്ടർ എ ഇസ് ഈക്വൽ ടു 5i പ്ലസ് 2j മൈനസ് 4k. ഇനി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ എഴുതണം. പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് വെക്ടർ n ഈക്വൽ ടു 2i പ്ലസ് 3j മൈനസ് k എന്ന് എഴുതാം. നൗ വെക്ടർ ഇക്വേഷൻ ഓഫ് ദ പ്ലെയിൻ ഇസ് vector r minus vector a dot vector n equal to 0. That is vector r minus 5i plus 2j minus 4k dot 2i plus 3j minus k equal to 0. ഇനി നമുക്കിത് സിംപ്ലിഫൈ ചെയ്യാം. r dot 2i plus 3j minus k minus 5i plus 2j minus 4k dot 2i plus 3j minus k equal to 0. That is r dot 2i plus 3j minus k equal to 5i plus 2j minus 4k dot 2i plus 3j minus k. That is r dot 2i plus 3j minus k equal to dot product എടുക്കുമ്പോൾ 5 into 2 plus 2 into 3 plus negative 4 into negative 1. That is r dot 2i plus 3j minus k equal to 10 plus 6 plus 4. That is r dot 2i plus 3j minus k equal to 20. ഇതാണ് വെക്ടർ ഇക്വേഷൻ. ഇതിൽ നിന്ന് ഡയറക്റ്റ് കാർട്ടീഷ്യൻ ഇക്വേഷൻ എഴുതാൻ പറ്റും. 2x plus 3y minus z equal to 20 എന്ന്. അത് ആറിന് എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ എന്ന് കൊടുത്തിട്ട് ഡോട്ട് എടുക്കുമ്പോൾ ലെഫ്റ്റ് സൈഡ് 2x plus 3y minus z എന്ന് കിട്ടും ഈക്വൽ ടു 20 റൈറ്റ് സൈഡിൽ. അപ്പോൾ വെക്ടർ ഇക്വേഷൻ
സിംപ്ലിഫൈ ചെയ്ത് ലാസ്റ്റ് സ്റ്റെപ്പ് വരെ എത്തിച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റെപ്പിൽ നമുക്ക് കാർട്ടീഷ്യൻ ഇക്വേഷൻ എഴുതാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ കാർട്ടീഷ്യൻ ഇക്വേഷൻ ഡയറക്റ്റ് കണ്ടുപിടിക്കുക. a ഇൻറ്റു എക്സ് മൈനസ് എക്സ് വൺ പ്ലസ് ബി ഇൻറ്റു വൈ മൈനസ് വൈ വൺ പ്ലസ് സി ഇൻറ്റു സെഡ് മൈനസ് സെഡ് വൺ ഈക്വൽ ടു 0 വെച്ച് ചെയ്താലും മതി. വെക്റ്റർ ഇക്വേഷനും കാർട്ടീഷ്യൻ ഇക്വേഷനും ഒരുമിച്ച് ചോദിക്കുമ്പോൾ ഈ മെത്തേഡായിരിക്കും എളുപ്പം. Now we will learn next form. Equation of plane passing through 3 non-collinear points. Let the plane pass through 3 points A, B, C with the position vectors vector A, vector B, vector C respectively. Let P be a general point on the plane and let its position vector be vector R. Consider the figure. പ്ലെയിനിലുള്ള 3 പോയിൻറ്റ്സ് തന്നിട്ടുണ്ട് എ ബി സി. പിന്നെ നമ്മളൊരു ജനറൽ പോയിൻ്റ് പി എടുത്തു. അപ്പോൾ വെക്റ്റർ എ പി, വെക്റ്റർ എ ബി, വെക്റ്റർ എ സി ഈ 3 വെക്റ്റേഴ്സും ഈ പ്ലെയിനിലുള്ളതാണ്. അപ്പോൾ വെക്റ്റർ എ പി, വെക്റ്റർ എ ബി, വെക്റ്റർ എ സി ആർ കോപ്ലാനാർ. Therefore their box product is equal to 0. That is box product vector a p, vector a b, vector a c equal to 0. That is box product r minus a, b minus a, c minus a equal to 0. Or vector r minus vector a dot vector b minus vector a cross vector c minus vector a equal to 0. This is the vector equation of the plane passing through 3 points with the position vectors vector a, vector b, vector c. ഇത് കാണാതെ പഠിച്ചു വയ്ക്കുക. എ ബി സി 3 പോയിൻറ്റ്സിൽ കൂടെ പാസ് ചെയ്യണ പ്ലെയിനിൻ്റെ വെക്റ്റർ ഇക്വേഷൻ വെക്റ്റർ ആർ മൈനസ് വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ ബി മൈനസ് വെക്റ്റർ എ ക്രോസ് വെക്റ്റർ സി മൈനസ് വെക്റ്റർ എ ഈക്വൽ ടു 0. Now we will see its Cartesian equation. Let A be the point x1 y1 z1, b be the point x2 y2 z2, c be the point x3 y3 z3 and general point p be x y z. Now we have vector r is equal to xi plus yj plus zk, vector a is equal to x1i plus y1j plus z1k, vector b is equal to x2i plus y2j plus z2k, vector c is equal to x3i plus y3j plus z3k. Substituting in the vector equation we get determinant x minus x1, y minus y1, z minus z1. അത് ബോക്സ് പ്രൊഡക്റ്റിൽ ആദ്യത്തെ വരുന്ന വെക്ടറിൻ്റെ സ്കെയിലാർ കമ്പോണൻസ്. ഇനി സെക്കൻഡ് റോയിൽ ബി മൈനസ് എയുടെ സ്കെയിലാർ കമ്പോണൻസ്. അപ്പോൾ x2 മൈനസ് x1, y2 മൈനസ് y1, z2 മൈനസ് z1. ഇനി തേർഡ് റോയിൽ സി മൈനസ് എയുടെ സ്കെയിലാർ കമ്പോണൻസ്. അപ്പോൾ x3 മൈനസ് x1, y3 മൈനസ് y1, z3 മൈനസ് z1 ഈക്വൽ ടു 0. അപ്പോൾ 3 പോയിൻറ്റുകൂടെ പാസ് ചെയ്യുന്ന പ്ലെയിനിൻ്റെ കാർട്ടീഷ്യൻ ഇക്വേഷൻ കാണാൻ പറഞ്ഞാൽ ഈ ഡിറ്റർമിനൻ്റ് ഈക്വൽ ടു 0 ചെയ്താൽ മതി. കാരണം നമുക്കറിയാം ബോക്സ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനൻ്റ് ആണ്. അപ്പോൾ വെക്റ്റർ ഇക്വേഷൻ ചോദിച്ചാൽ മറ്റേത് ചെയ്യുക. കാർട്ടീഷ്യൻ ഇക്വേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡിറ്റർമിനൻ്റ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വേഷൻ എടുക്കുക. Now we will do one problem. Example 18. Find the vector and Cartesian equations of the plane passing through points r 2, 5, negative 3, s, negative 2, negative 3, 5 and t, 5, 3, negative 3. 3 പോയിൻറ്റ്സിൽ കൂടെ പാസ് ചെയ്യുന്ന പ്ലെയിൻ്റെ ഇക്വേഷനാണ് നമുക്ക് കാണേണ്ടത്. അപ്പം 3 പോയിൻ്റ് തന്നിട്ടുണ്ട്. അതിൻ്റെ പൊസിഷൻ വെക്റ്റേഴ്സ് എഴുതാം. വെക്റ്റർ എ ഇസ് ഈക്വൽ ടു 2y പ്ലസ് 5j മൈനസ് 3k. വെക്റ്റർ ബി ഇസ് ഈക്വൽ ടു മൈനസ് 2y മൈനസ് 3j പ്ലസ് 5k. വെക്റ്റർ സി ഇസ് ഈക്വൽ ടു 5y പ്ലസ് 3j മൈനസ് 3k. ഇനി ഇക്വേഷൻ ഓഫ് ദ പ്ലെയിൻ നമ്മൾ ആർ മൈനസ് എ ഡോട്ട് ബി മൈനസ് എ ക്രോസ് സി മൈനസ് എ ഈക്വൽ ടു 0 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ വെക്റ്റർ ബി മൈനസ് വെക്റ്റർ എയും വെക്റ്റർ സി മൈനസ് വെക്റ്റർ എയും കണ്ടുവയ്ക്കാം. വെക്റ്റർ ബി മൈനസ് വെക്റ്റർ എ ഇസ് ഈക്വൽ ടു മൈനസ് 4i മൈനസ് 8j പ്ലസ് 8k. വെക്റ്റർ സി മൈനസ് വെക്റ്റർ എ ഈക്വൽ ടു 3i മൈനസ് 2j. Now equation of the plane is r minus a dot b minus a cross c minus a equal to 0. That is r minus 2y plus 5j minus 3k dot minus 4i minus 8j plus 8k cross 3i minus 2j equal to 0. അപ്പോൾ നമുക്കിനി ബി മൈനസ് എ ക്രോസ് സി മൈനസ് എ സെപ്പറേറ്റ് ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് മൈനസ് 4i മൈനസ് 8j പ്ലസ് 8k ക്രോസ് 3i മൈനസ് 2j. ഇറ്റ് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ijk -4 -8 8 3 -2 0. ദാറ്റ് ഈസ് i ഇൻറ്റു 16 മൈനസ് j ഇൻറ്റു -24
plus k into 32. That is equal to 16i plus 24j plus 32k. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അതിൽ. അപ്പോൾ r മൈനസ് 2i പ്ലസ് 5j മൈനസ് 3k ഡോട്ട് 16i പ്ലസ് 24j പ്ലസ് 32k ഈക്വൽ ടു 0. ഇനി ബ്രാക്കറ്റൊക്കെ മാറ്റാം. അപ്പോൾ r ഡോട്ട് 16i പ്ലസ് 24j പ്ലസ് 32k മൈനസ് 2i പ്ലസ് 5j മൈനസ് 3k ഡോട്ട് 16i പ്ലസ് 24j പ്ലസ് 32k ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇനി ലാസ്റ്റ് ടേം റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തിട്ട് എഴുതാം. ദാറ്റ് ഈസ് r ഡോട്ട് 16i പ്ലസ് 24j പ്ലസ് 32k ഈക്വൽ ടു ഡോട്ട് പ്രൊഡക്റ്റ് എടുത്ത് എഴുതുമ്പോൾ 2 ഇൻറ്റു 16 പ്ലസ് 5 ഇൻറ്റു 24 മൈനസ് 3 ഇൻറ്റു 32. That is r dot 16i plus 24j plus 32k equal to 32 plus 120 minus 96. That is r dot 16i plus 24j plus 32k equal to 56. ഇതാണ് വെക്റ്റർ ഇക്വേഷൻ. ഇത് r dot n equal to d ഫോം ആണ്. പക്ഷേ r dot n ക്യാപ്പ് അല്ല, യൂണിറ്റ് വെക്റ്റർ അല്ല കേട്ടോ. അപ്പോൾ അപ്പുറത്തുള്ള റൈറ്റ് സൈഡിലുള്ള ഡി പെപ്പനിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിനും അല്ല. ആർ ഡോട്ട് വെക്റ്റർ എൻ ഈക്വൽ ടു ഡി ഫോമാണ്. ഇനി ഇതിൽ നിന്ന് ഡയറക്റ്റ് കാർട്ടീഷ്യൻ ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ 16x പ്ലസ് 24y പ്ലസ് 32z ഈക്വൽ ടു 56 എന്ന് എഴുതിയാൽ മതി. അല്ലെങ്കിൽ നമ്മൾ കാർട്ടീഷ്യൻ ഇക്വേഷൻ ഡയറക്റ്റ് അപ്ലൈ ചെയ്തിട്ട് ഡിറൈവ് ചെയ്യണം. അത് നമുക്ക് ഡയറക്റ്റ് ഡിറൈവ് ചെയ്ത് നോക്കാം. ഡിറ്റർമിനൻറ്റ് എക്സ് മൈനസ് എക്സ് വൺ വൈ മൈനസ് വൈ വൺ സെഡ് മൈനസ് സെഡ് വൺ എക്സ് ടു മൈനസ് എക്സ് വൺ വൈ ടു മൈനസ് വൈ വൺ സെഡ് ടു മൈനസ് സെഡ് വൺ എക്സ് ത്രീ മൈനസ് എക്സ് വൺ വൈ ത്രീ മൈനസ് വൈ വൺ സെഡ് ത്രീ മൈനസ് സെഡ് വൺ ഈക്വൽ ടു 0. ഇതാണ് 3 പോയിൻ്റ് കൂടെ പാസ് ചെയ്യണ പ്ലെയിനിൻ്റെ കാർട്ടീഷ്യൻ ഇക്വേഷൻ. ഇതിലറിയാലോ, ഫസ്റ്റ് പോയിൻ്റ് കോർഡിനേറ്റ്സ് ആണ് എക്സ് വൺ വൈ വൺ സെഡ് വൺ, സെക്കൻഡ് പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് ആണ് എക്സ് ടു വൈ ടു സെഡ് ടു, തേർഡ് പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് ആണ് എക്സ് ത്രീ വൈ ത്രീ സെഡ് ത്രീ. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡിറ്റർമിനൻറ്റ് എക്സ് മൈനസ് 2 വൈ മൈനസ് 5 സെഡ് പ്ലസ് 3 എന്ന് വരും. സെക്കൻഡ് റോയിൽ മൈനസ് 2 മൈനസ് 2 മൈനസ് 3 മൈനസ് 5 5 പ്ലസ് 3. തേർഡ് റോയിൽ 5 മൈനസ് 2 3 മൈനസ് 5 നെഗറ്റീവ് 3 പ്ലസ് 3 ഈക്വൽ ടു 0. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യണം. ദാറ്റ് ഈസ് ഡിറ്റർമിനൻറ്റ് എക്സ് മൈനസ് 2 വൈ മൈനസ് 5 സെഡ് പ്ലസ് 3 നെഗറ്റീവ് 4 നെഗറ്റീവ് 8 8 3 നെഗറ്റീവ് 2 0 ഈക്വൽ ടു 0. ഇനി ഡിറ്റർമിനൻറ്റ് ഇവാലുവേറ്റ് ചെയ്യാം. എക്സ് മൈനസ് 2 ഇൻറ്റു 16 മൈനസ് വൈ മൈനസ് 5 ഇൻറ്റു നെഗറ്റീവ് 24 പ്ലസ് സെഡ് പ്ലസ് 3 ഇൻറ്റു 32 ഈക്വൽ ടു 0 എന്ന് വരും. ദാറ്റ് ഈസ് 16x പ്ലസ് 24y പ്ലസ് 32z ഈക്വൽ ടു 56. നമ്മൾ എക്സ് ടേം ആദ്യം എഴുതുക, വൈ ടേം സെക്കൻഡ് എഴുതുക, തേർഡ് സെഡ് ടേം എഴുതുക. പിന്നെ ബാക്കി വരുന്ന കോൺസ്റ്റൻസ് ഒക്കെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ ഇങ്ങനെ കിട്ടും. ഇനി ഇതൊന്നുകൂടിയും സിംപ്ലിഫൈ ചെയ്യാം. ത്രൂ ഔട്ട് 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2x പ്ലസ് 3y പ്ലസ് 4z ഈക്വൽ ടു 7. അപ്പോൾ കാർട്ടീഷ്യൻ ഇക്വേഷൻ ഡയറക്റ്റ് കാണുകയാണെങ്കിൽ ഈ മെത്തേഡ് യൂസ് ചെയ്യാം. പിന്നെ ചിലപ്പോൾ കാർട്ടീഷ്യൻ ഇക്വേഷൻ മാത്രമേ ചോദിച്ചിട്ടുണ്ടാവുള്ളൂ, അപ്പോഴും ഇത് ചെയ്താൽ മതി. വെക്റ്റർ ഇക്വേഷനും കാർട്ടീഷ്യൻ ഇക്വേഷനും ചോദിച്ചിട്ടുണ്ടെങ്കിൽ വെക്റ്റർ ഫോമിൽ ഫസ്റ്റ് കണ്ടുപിടിക്കുക, സിംപ്ലിഫൈ ചെയ്ത് ലാസ്റ്റ് സ്റ്റെപ്പ് വരെ എത്തിച്ചാൽ നമുക്ക് അതിൽ നിന്ന് ഡയറക്റ്റ് കാർട്ടീഷ്യൻ ഇക്വേഷൻ എഴുതാം. So in today's class we learned 2 types of planes. First one is equation of plane passing through a point and perpendicular to a vector. Vector equation is r minus a dot n equal to 0. Cartesian equation is a into x minus x1 plus b into y minus y1 plus c into z minus z1 equal to 0. Second is equation of a plane passing through 3 non-collinear points. Vector equation is vector r minus vector a dot vector b minus vector a cross vector c minus vector a equal to 0. Cartesian equation is determinant x minus x1 y minus y1 z minus z1 x2 minus x1 y2 minus y1 z2 minus z1 x3 minus x1 y3 minus y1 z3 minus z1 equal to 0. അപ്പോൾ ഈ രണ്ട് ഫോം നന്നായി പഠിക്കുക, പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ.